ഏറ്റവും മനോഹരമായ മഹത്തായ ഒരു സായന്തനത്തിലാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത്. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് സമാദരണീയനായ രാജീവ് ചന്ദ്രശേഖർജി വിശദമായിട്ട് സൂചിപ്പിച്ചു. അത് പറയാനുള്ള പ്രാപ്തിയോ അറിവോ ഒന്നും എനിക്ക് ഇല്ല, ഞാനങ്ങനെ അവകാശപ്പെടുന്നും ഇല്ല. പക്ഷെ ശ്രീ കരമന ജയൻ എന്നെ സ്നേഹപൂർവം ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ എനിക്കതൊരു വലിയ അനുഭവമായി, അനുഗ്രഹമായി തോന്നി എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പ്രധാനമായ കാലോചിതമായ മുദ്രാവാക്യം ഈ നാടിൻ്റെ അനന്തപുരിയുടെ വികസനം എന്നത് ആണ്. രാഷ്ട്രീയത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, നാടിൻ്റെ വികസനമാണ്, ജനതയുടെ പുരോഗതി ആണ്. ഈ അനന്തപുരിയുടെ വികസനം, ഇവിടുത്തെ ജനതയുടെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന സംസ്ഥാന പ്രസിഡന്റിനെയും അതുപോലെ ഈ നഗരത്തിൻ്റെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട കരമന ജയനെയും മറ്റ് സ്നേഹിതന്മാരെയും എല്ലാം ഈ സമയത്ത് ഹൃദയപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായ കാര്യം, ഞാൻ ഈ നാട് ചുറ്റി നടക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് പറയുകയാണ്. എനിക്ക് കേരളത്തിൻ്റെ ഓരോ പഞ്ചായത്തും ഓരോ വാർഡും പരിചിതമാണ്. സാക്ഷരതാ ഡയറക്ടർ എന്നുള്ള നിലക്ക്, സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ പോയി ആളുകളെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ദന്തഗോപുരത്തിൽ ഇരുന്നു കൊണ്ട് സൃഷ്ടി നടത്തിയ ഒരു എഴുത്തുകാരനല്ല ഞാൻ, മറിച്ച് ഈ ജനതയുടെ പൾസ് എന്താണ് എന്നെനിക്കറിയാം. കേരളത്തിന്റെ ഹൃദയം എങ്ങനെ സ്പന്ദിക്കുന്നു എന്ന്, ഇന്ത്യ എങ്ങനെ ജീവിക്കുന്നു എന്ന്, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എൻ്റെ മാതൃരാജ്യത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് എനിക്ക് നന്നായി അറിയാം. കുറെ അധികം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എവിടെ ചെല്ലുമ്പോഴും അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്, എൻ്റെ ഭൂമി, എൻ്റെ രാജ്യം ഇന്ത്യ, ഭാരതം എന്നത് എന്നെ പുളകിതനാക്കുന്ന മഹത്തായ പദമാണ്, സ്വപ്നമാണ് എന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ കാര്യമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇന്ത്യയെക്കുറിച്ച്, ഭാരതത്തെക്കുറിച്ച്, നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയാൻ ഒരു ഉദാസീനതയും ആവശ്യമില്ല. ഞാൻ അതേക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല, മറ്റൊരു അവസരത്തിൽ പറഞ്ഞുകൊള്ളാം. പക്ഷെ ഇവിടെ ഈ തലസ്ഥാന നഗരിയുടെ വികസന സ്വപ്നം സഫലമാക്കാനുള്ള പ്രിയപ്പെട്ട കരമന ജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്ര എന്ന് പറയുന്നത്, അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു തെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ അതേക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തിനാണ് തെരഞ്ഞെടുപ്പുകൾ, എന്തിനാണ് രാഷ്ട്രീയം? രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം നാടിന്റെ വികസനമാണ്, പുരോഗതിയാണ്. നാടിന്റെ പുരോഗതി എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്ന ജനതയുടെ പുരോഗതിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 15 വർഷം ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും ഈ നഗരത്തിന്റെ മകനായിട്ട് ജീവിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. പത്മനാഭന്റെ നാട്ടിൽ, ശ്രീ പത്മനാഭന്റെ ഈ അനന്തപുരിയിൽ ഞാൻ കാലുകുത്തിയ ആ ഒരു കാലം തൊട്ട് ഞാൻ വളർന്നോ എന്നെനിക്കറിയില്ല. എന്റെ പുരോഗതിയുടെ, എന്റെ വളർച്ചയുടെ ഓരോ കാലടിയും ഈ നഗരത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച ഒട്ടേറെ കുഞ്ഞുങ്ങളെ, അവർക്ക് വലിയ ആളുകളായി എങ്കിലും ഞാൻ എൻ്റെ മുമ്പിലും ചുറ്റും ഒക്കെ കാണുന്നുണ്ട്. ഒരു സന്തോഷമാണ്. എന്താ തിരുവനന്തപുരം, എവിടെ ചെന്നും പറയും, ഞാൻ ഹർഷോന്മാദത്തോടെ പറയും. കഴിഞ്ഞ വർഷം എനിക്ക് കോഴിക്കോട്ട് വെച്ച് സാമൂതിരി കുടുംബത്തിലെ അംഗമായ മനോരമ തമ്പുരാട്ടിയുടെ പേരിലുള്ള പുരസ്കാരം കിട്ടി. എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക്, പക്ഷെ വലിയ കാര്യമായിരുന്നു. രേവതി പട്ടത്താനം നൽകി എന്നെ
കോഴിക്കോട് നഗരം ആദരിച്ചു. അപ്പോ മനോരമ തമ്പുരാട്ടിയുടെ പുരസ്കാരം വാങ്ങിച്ചപ്പോ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം മനോരമ തമ്പുരാട്ടി. പക്ഷേ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് കോഴിക്കോട് നിന്ന് രക്ഷപ്പെട്ട് ഈ മഹാവിദുഷിയായ മനോരമ തമ്പുരാട്ടി അഭയം തേടിയത് തിരുവനന്തപുരത്താണ്. ധർമ്മരാജാവിന്റെ കാലത്ത് രാമരാജ വർമ്മ മഹാരാജാവ്, ധർമ്മരാജ എന്ന് പ്രഖ്യാതനായ CV രാമൻപിള്ളയുടെ നോവലിന്റെ പേരും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ആ കാലത്ത് കോഴിക്കോട്ട് നിന്ന് ഇവിടെ അഭയം തേടിയെത്തിയ മഹാവിദുഷിയായ മനോരമ തമ്പുരാട്ടി കോഴിക്കോട് സാമൂതിരി കുടുംബത്തിലെ അംഗമാണ്. സാമൂതിരി കുടുംബത്തിലെ അംഗമാണ്. ഓർത്തു നോക്കൂ, തിരുവനന്തപുരം എല്ലാ മഹത്തുക്കളുടെയും കലാകാരന്മാരുടെയും ഒക്കെ അഭയകേന്ദ്രം ആയിരുന്ന ഒരു കാലത്തിന്റെ പുളകിതമായ ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. എന്റെ ഗ്രാമത്തിൽ പിറന്ന തൊട്ടടുത്ത വിളിച്ചാൽ വീൽ കേൾക്കുന്ന ദൂരത്ത് ജീവിച്ചിരുന്ന ഷഡ്കാല ഗോവിന്ദമാരാർ 6 കാലത്തിൽ പാടി കേരളക്കരയെ ഉണർത്തിയിരുന്ന ഷഡ്കാല ഗോവിന്ദമാരാർ ഇവിടെ ഈ തിരുവനന്തപുരത്ത് അഭയം തേടിയ ഒരു കാലത്തിന്റെ ചരിത്രം ഞാൻ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോ പബ്ലിക് ലൈബ്രറിയിൽ പോകും. പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരത്ത് ആദ്യം പോയ സ്ഥലം പബ്ലിക് ലൈബ്രറിയാണ്. അവിടെ എന്താ പ്രത്യേകത? ആ പബ്ലിക് ലൈബ്രറി അത് സ്ഥാപിച്ചത് മഹാനായ സ്വാതി തിരുനാളാണ് എന്നിപ്പോ പറഞ്ഞു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അതിനുള്ള യാതൊരു ചിഹ്നവും ഇവിടെയെങ്കിലും അവശേഷിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ്. ആദ്യം വായിച്ച നോവലുകൾ കോളേജിൽ ഞാൻ പഠിപ്പിച്ച കൃതി CV രാമൻപിള്ളയുടെ നോവലുകളാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ഞാൻ വരുമ്പോ CV രാമൻപിള്ളയ്ക്ക് തിരുവനന്തപുരത്ത് യാതൊരു അടയാളവും ഉണ്ടോ? ഇല്ലായിരുന്നു ഉണ്ട്. ഇപ്പോ പബ്ലിക് ലൈബ്രറിയുടെ അങ്കണത്തിൽ CV രാമൻപിള്ളയുടെ ഒരു അർത്ഥകായ പ്രതിമയുണ്ട്. അതിന് ഒരു കാരണമായി തീർന്നു ഞാൻ എന്നത് എന്റെ അഭിമാനം. ഇപ്പോഴും CV രാമൻപിള്ള നാഷണൽ ഫൗണ്ടേഷന്റെ അധ്യക്ഷനായിരിക്കാനുള്ള യോഗം എനിക്കുണ്ട് പറയാൻ. അതുപോലെ തിരുവനന്തപുരം നിങ്ങൾ അറിയാൻ വേണ്ടിയേ പറയാണ്, എന്തെല്ലാം കലകളുടെ ക്ഷേത്ര കലകളുടെ പരമ്പരാഗതമായ കലകളുടെ ഒക്കെ നഗരമാണ് തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രം ഈ നാടിന്റെ ക്ഷേത്രമാണ്. ഈ നഗരത്തിന്റെ അല്ല, നമ്മുടെ നാടിന്റെ, തിരുവിതാംകൂറിന്റെ, മലയാളികളുടെ ആ മനസ്സിന്റെ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അത് ആർക്കും സ്വകാര്യമായിട്ട് വെക്കാനുള്ളതല്ല, വിശ്വാസികൾക്ക്. അടുത്ത് ഞാൻ വായിച്ചൊരു കേട്ടൊരു നല്ല പുസ്തകത്തിന്റെ അർത്ഥം എന്റെ മനസ്സിൽ പതിഞ്ഞു. ഞാൻ ഗുരുവായൂർ പോകുന്ന ആളാണ്, ശബരിമല പോകുന്ന ആളാണ്. എന്തിനാണ് പോകുന്നത്? അവിടെ സ്വർണ്ണം ഇരിക്കുന്ന എവിടെ നോക്കാൻ വേണ്ടിയിട്ടല്ല, അല്ല, മറിച്ച് ശബരിമല ചെല്ലുമ്പോ ഉപനിഷത്ത് വാക്യം എന്നെ അനുഗ്രഹിക്കുന്നു. എന്താണ്? തത്വം അസി, അത് നീ തന്നെയാണ്, അത് നീ തന്നെയാണ്. ആരെ ആരാധിക്കാൻ നീ എത്തിയിരിക്കുന്നുവോ ആ ആരാധ്യ പുരുഷൻ നിന്റെ ആത്മാവിൽ ജീവിക്കുന്നു എന്ന് ഉപനിഷത്തുകൾ നമ്മളോട് പറയാണ്. വേറെ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൽ ഇത് കേട്ടിട്ടുണ്ടോ? എല്ലാം ഇങ്ങോട്ട് വാ, പൈസ ഇട്ടതാ, ഞങ്ങൾ സമ്പന്നരായിക്കൊള്ളട എന്ന് പറയല്ലാതെ നീ ആരെ ആരാധിക്കാൻ വന്നിരിക്കുന്നുവോ ആ പുണ്യാത്മാവ്, ആ ജഗദീശ്വരൻ നിന്റെ ആത്മാവിലാണ്. നിന്റെ ആത്മാവിൽ ഈശ്വരൻ ഇല്ലെങ്കിൽ പിന്നെ നിനക്കതെങ്ങും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ടാഗോറിനെ ഉദ്ധരിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഞാൻ പറയുന്നത് ഈ നഗരത്തിന്റെ പ്രശസ്തി വീണ്ടെടുക്കണം. ഇതിന്റെ കല, ഇതിന്റെ സംസ്കാരം, ഇതിന്റെ വികസനം ഇവിടെ പറയുണ്ടായി. നമ്മുടെ റോഡുകൾ വികസിതമാക്കണം. നമ്മുടെ കെട്ടിടങ്ങളുടെ ആ ഒരു പൈതൃക ഭംഗി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. നമുക്കൊരു ചില രാജ്യങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഞാൻ ഒന്നും ഉദാഹരണം എടുത്ത് പറയല്ല, അതിൻ്റെ ഒരു പൈതൃക ഭംഗി ഉണ്ട്. തിരുവനന്തപുരം നമ്മുടെ പൈതൃക നഗരമാണ്. ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയോട് പറയുകയാണ്, ഈ നഗരത്തെ നമ്മുടെ പൈതൃക നഗരമായി പ്രഖ്യാപിക്കണം. ഇപ്പൊ കോഴിക്കോട് സാഹിത്യ നഗരമാണ്, കോട്ടയം അക്ഷര നഗരി എന്നാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം നമ്മുടെ സംസ്കാരത്തിന്റെ പൈതൃക നഗരമാണ്, പിതൃഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ സ്വാതി തിരുനാളിനെ ഓർമ്മിക്കുന്ന ചെറിയ സംഭവം ഉണ്ട്, ഇല്ലെന്ന് പറയല്ല, ഷഡ്കാല ഗോവിന്ദമാരാരെ ഓർമ്മിക്കുന്ന എത്ര മഹാത്മാക്കൾ. ഞാൻ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഊന്നിയിട്ടാണ് പറയുന്നത്. എന്റെ വേദി അതായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഒന്നൊന്നായി അക്കമിട്ട്
ഒട്ടേറെ കാര്യങ്ങൾ ചിന്തിച്ച് ഈ നാടിന്റെ പുരോഗതി യഥാർത്ഥമാക്കാൻ സാധിക്കണം. എല്ലാവരും ഇരിപ്പുണ്ട് മുമ്പില്, പത്മിനിയൊക്കെ ഇരിപ്പുണ്ട്, എന്റെ പെങ്ങളാണ്, സഹോദരിയാണ്. അപ്പൊ ഒത്തിരി ആളുകളെ മുമ്പിൽ കാണുന്നുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് രാഷ്ട്രീയം തീർച്ചയായിട്ടും വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ രാഷ്ട്രീയം വികസനത്തിനുള്ള വഴിയാണ്, വികസനത്തിനുള്ള വഴിയാണ്. അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. വയറ്റിപ്പഴുപ്പായി, അങ്ങനെ വയറ്റിപ്പഴുപ്പായ ഒത്തിരി ആളുകൾ നമുക്കറിയാം, പോട്ടെ, ഞാൻ പറയല്ല. പക്ഷേ രാഷ്ട്രീയം വികസനത്തിനുള്ള വഴിയാണെന്നും ഉദരംഭരികളാകരുത് രാഷ്ട്രീയക്കാർ, അങ്ങനെയൊക്കെ ചെയ്തവനൊക്കെ കിട്ടിയിട്ടുണ്ട് ശരിക്ക്, നമുക്കറിയാം. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തരുത്. നാടിന്റെ നന്മയുണ്ടാവണം. നമ്മുടെ തലസ്ഥാന നഗരി കാലത്തിന്റെ മുമ്പിൽ നാം ഉയർത്തുന്ന പിതൃ നഗരമായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് പ്രിയപ്പെട്ട നമ്മുടെ കരമന ജയൻ നടത്തുന്ന ഈ പദയാത്ര ഒരു പ്രാരംഭം ആയിരിക്കട്ടെ. അതിന്റെ മനോഹരമായ മഹത്തായ ഫലങ്ങൾ നമുക്കെല്ലാവർക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഒരു വലിയ അവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ഞാൻ അങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. ആ അവസരം ജനങ്ങളുടെ നന്മയ്ക്ക്, രാജ്യത്തിന്റെ പുരോഗതിക്ക്, സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്ന് ഉറച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ എന്റെ നന്മകൾ ആശംസിക്കുന്നു.